ഇങ്ങനൊരു പണി കിട്ടുന്നുള്ള ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഹായ് ഹലോ, വെൽക്കം ടു ദ വീഡിയോ. രാവിലെ മാറ്റിയൊരുങ്ങി വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു എട്ടിന്റെ പണി തരുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് വർക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ പാലത്തിന്റെ പോകുന്ന ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഹോർൺ അടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മ. എത്ര ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടി മൂവ് ആവുന്നില്ല. പോരാത്തിന് ഹോർൺ അടിച്ചതിന്റെ പേരിൽ കാറാറിന്റെ ഇരുന്നൊരു തെറിയും കേട്ട് ആ തെറിയും കേട്ട് താഴേക്ക് നോക്കിയപ്പോണ്ട് വണ്ടിന്റെ ബെൽറ്റ് പൊട്ടി താഴെ കിടക്കണ്. അടുത്ത പരിപാടി ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു ആകെയുള്ള ഒരു ചിന്ത. തൊട്ടടുത്തൊന്നും എവിടെയും സർവീസ് സെന്റർ ഇല്ല. സർവീസ് സെന്റർ കിട്ടണമെങ്കിൽ എറണാകുളത്തോട്ട് 26 കിലോമീറ്റർ അപ്പുറം പോകണം. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അറിയാവുന്ന എല്ലാവരും ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കി. നിയർ ബൈ ആയിട്ട് ആരും അവൈലബിൾ ആയിട്ടില്ല. 18ാമത്തെ അടവെന്നുള്ള നിലയ്ക്ക് നമ്മളെ ചെക്കൻ ഷായറിനെ വിളിച്ചു നോക്കി. അവനെ വിളിച്ചു പോകാൻ പറഞ്ഞു, നീ വണ്ടി എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് നേരെ ബസ്സിന് കയറി പോര്, പാതിരാത്രി നമുക്ക് പോയിട്ട് സമാധാനമായിട്ട് വണ്ടി തള്ളിക്കൊണ്ടുവരാന്ന് പറഞ്ഞു. ബസ് കയറിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. കയ്യിലാണെങ്കിൽ 5ന്റെ പൈസ ഇല്ല, ഉള്ളതൊക്കെ അക്കൗണ്ടില്. എങ്ങനെ കൊടുക്കുന്നുള്ളത് അതിന് ആകെയുള്ള ഒരു കൺഫ്യൂഷൻ. കണ്ടക്ടറോട് നിങ്ങളെ ജീപ്പ് എന്ന് കാണിച്ചു തരാം, അതിക്ക് ഞാൻ പൈസ അയച്ചുതരാന്ന് പറയാൻ നോക്കി നിൽക്കുമ്പോഴാണ് മേലെ തൂങ്ങി കിടക്കുന്ന QR കോഡ് എന്റെ കണ്ണ് പെട്ടു. നമ്മളെ പറവൂർ എടപ്പള്ളി റൂട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഓഫ് റോഡ് ഫീൽ ചെയ്യുന്ന ബസ്സിനകത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഓഫ് റോഡിന്റെ സംവിധാനം നമുക്ക് ഒരുക്കി തന്നതിന് നമ്മുടെ CM-നോട് നമ്മൾ നന്ദി പറയണം. കാരണം ഇത് അങ്ങേരുടെ മണ്ഡലമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് ഇതുപോലെയാണ് കിടക്കുന്നത്. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഒരു കണക്കിന് ഞാൻ വൊമിറ്റ് ചെയ്യാതെ എടപ്പള്ളി എത്തി. അപ്പൊ ഇന്നത്തേക്ക് ഇത് മതി. നാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരികടി കൊണ്ട് ഞാൻ വരാം ട്ടാ.